നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. എന്തൊക്കെ മേളമായിരുന്നു കഴിഞ്ഞ 2 ദിവസം നമ്മുടെ മാധ്യമങ്ങൾ. മുഹമ്മദ് ഷർഷാദ്, PBയുടെ കത്ത്, സാമ്പത്തിക ഇടപാട്, ഗോവിന്ദൻ മാഷിന്റെ മകൻ തോമസ് ഐസക്, രാജേഷ് കൃഷ്ണ, എന്തൊക്കെ പെരുന്നുണകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ഫ്രോഡിന്റെ വാക്ക് കേട്ട് കാണിച്ചു കൂട്ടിയത്. ഇപ്പൊ എന്തായി? ഇന്ന് നേരം വെളുത്തിട്ട് മുഹമ്മദ് ഷർഷാദ് എന്ന് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മൊഴിയാത്തത്? അയാൾ ഒരു ഗജരാജ ഫ്രോഡാണെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി. മാധ്യമങ്ങളെ അവർ നന്നായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് നന്നായി തന്നെ ഇപ്പോ മാപ്രകൾക്ക് മനസ്സിലായിരിക്കുന്നു. പണിവാളും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ മാപ്രകൾ പതിയെ മാളത്തിലേക്ക് വലിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ മുഹമ്മദ് ഷർഷാദിന്റെ നുണകൾ പൊളിച്ചടക്കിയത്? മുൻ ഭാര്യയാണ്, രത്തീനയാണ്. രത്തീനയുടെ കഴിഞ്ഞ ദിവസത്തെ FB പോസ്റ്റ് എല്ലാവരും കണ്ടു കാണുമല്ലോ. അതായത് ഇയാൾ എത്രത്തോളം ക്രൂരനാണെന്നും എത്രത്തോളം വലിയ ഗജരാജ ഫ്രോഡാണെന്നും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു പോസ്റ്റ് ഇന്നലെ രത്തീന തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രത്തീനയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് എന്തായാലും നമുക്കിന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുള്ള, അതായത് ഈ മുഹമ്മദ് ഷർഷാദ് ഗോവിന്ദൻ മാഷിനോട് മാപ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞയച്ചിട്ടുള്ള ആ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തായാലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ശേഷം രാജേഷ് കൃഷ്ണയും വളരെ വ്യക്തമായി തന്നെ ഇയാളെ തുറന്നു കാട്ടിയിട്ടുണ്ട്. എന്തായാലും ആ കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. CPM നിഗൂഢ ഇടപാടുകളിൽ ഏർപ്പെട്ടതായി ആരോപിച്ചിട്ടില്ലെന്നും സെക്രട്ടറിയോട് ബഹുമാനമാണെന്നും 2024 മെയ് 17 MV ഗോവിന്ദൻ അയച്ച കത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. CPM-ഉം അതിന്റെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെട്ടതായി ഞാൻ ഒരിക്കലും ആരോപിച്ചിട്ടില്ല. എനിക്ക് അങ്ങയോട് അങ്ങേയറ്റ ബഹുമാനമുണ്ട്. അങ്ങയുടെ ധാർമ്മികതയും തത്വങ്ങളെയും ഞാൻ എപ്പോഴും ആരാധിക്കുന്നു. എന്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ അങ്ങയെ പിന്തുടരുന്നു. 30-35 വർഷമായി ന്യൂമാഹിയിൽ നിന്ന് CPM-നൊപ്പം നിന്ന ചുരുക്കം മുസ്ലിം കുടുംബങ്ങളിൽ ഒന്നാണ് എന്റേത്. 1993-98 കാലത്ത് ഞാൻ പാർട്ടി അംഗവും DYFI പ്രവർത്തകനുമായിരുന്നു. എന്റെ കുടുംബം നശിപ്പിച്ച ശ്രീ രാജേഷ് കൃഷ്ണയെ കുറിച്ചാണ് ആശങ്ക. ഈ കത്തിന്റെ അവസാനം ഇദ്ദേഹം എഴുതിയിട്ടുള്ള മാപ്പ് എന്നുള്ള ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. എന്റെ പ്രസ്താവനകൾ നിക്ഷിപ്ത താല്പര്യക്കാർ വളച്ചൊടിച്ചതിനാൽ ഉണ്ടായ ഏതെങ്കിലും അസൗകര്യങ്ങൾ, അപമാനങ്ങൾക്ക് പാർട്ടിയോടും നേതാക്കളോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് മുഹമ്മദ് ഷർഷാദ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് 14 മാസങ്ങൾ കഴിഞ്ഞു. 14 മാസങ്ങൾ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ആരോപണവുമായി മുഹമ്മദ് ഷർഷാദ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഇയാൾ ഈ എന്റെ കത്തുണ്ട്, ഈ കത്തിൽ കുറെ തെളിവുകളുണ്ട്. മാത്രമല്ല പലരും പല സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഗോവിന്ദൻ മാഷിന്റെ മകനെ കുറിച്ച് എനിക്ക് ഇതറിയാം എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ അടുത്ത്, കടുത്ത ഇടത് വിരുദ്ധതയുള്ള മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് മൊഴിയുന്നത് കണ്ടപ്പോഴേ തോന്നി ഇവൻ ഗജരാജ ഫ്രോഡാണെന്ന്. മാതൃഭൂമിയാണല്ലോ മുഹമ്മദ് ഷർഷാദിനെ എന്തായാലും പരിചയപ്പെടുത്തിയത്. എന്തായാലും മുഹമ്മദ് ഷർഷാദിനെ പറ്റി രത്തീനയുടെ പോസ്റ്റ്, അതായത് മുൻ ഭാര്യയുടെ പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാതെ എന്തായാലും നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇങ്ങനെയാണ് രത്തീന പറയുന്നത്. എന്നെ വേട്ടയാടി, ഞാൻ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് ദുഃഖം ആചരിക്കാൻ അവസരം തരുമെന്ന് കരുതണ്ട. ഞാനും മക്കളും ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും. നിരന്തരമായ ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനത്തെ തുടർന്ന് ഈ വ്യക്തിയുമായുള്ള ബന്ധം 2020 അവസാനിപ്പിച്ചതാണ്. തുടർന്ന് മാനസികമായി പീഡിപ്പിച്ചു. സിനിമ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി ഉത്തരവിലാണ് ആദ്യ സിനിമ ഷൂട്ട് ചെയ്തത്. പിതാവിന്റെ ജാമ്യത്തിൽ ഇയാളെടുത്ത വായ്പ അടച്ചെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. 2.65 കോടി അടച്ചില്ലെങ്കിൽ എന്റെ കുടുംബ വീട് ജപ്തിയിലേക്ക് എത്തുമെന്നായപ്പോൾ വ്യവസായി മുങ്ങി. മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ സമയം നീട്ടിത്തന്നു. എന്നിട്ടും പണമടച്ചില്ല. കോടതി ഉത്തരവ് എനിക്ക് അനുകൂലമായിട്ടും ജീവനാംശവും 2.20 കോടിയും തന്നിട്ടില്ല. ഇപ്പോൾ ഇയാളുടെ പുതിയ ഡ്രാമ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് രത്തീന പറഞ്ഞിട്ടുള്ളത്. രത്തീന മാത്രമല്ല, നിലവിൽ ഇപ്പോൾ തോമസ് ഐസക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ മുഹമ്മദ് ഷർഷാദ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാളും വ്യക്തമായിട്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ പ്രതികരണമൊന്നും രേഖപ്പെടുത്താതെ പതിയെ മുങ്ങി നടക്കുകയാണ്. അതായത് പാർട്ടി ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടിക്ക് മുതിരുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോ മുഹമ്മദ് ഷർഷാദ് മൊത്തത്തിൽ പെട്ടു എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇയാൾ 24 മണിക്കൂറും രാജേഷ് കൃഷ്ണ രത്തീന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴേ തോന്നി അവർക്കെതിരെയുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുക, അതാണ് അയാളുടെ ലക്ഷ്യം. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്തു? അയാൾ അതിലേക്ക് CPM-നെയും വലിച്ചിട്ടു എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണല്ലോ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കൂ. എന്നിട്ട് ഈ മണ്ടൻ ഫ്രോഡ് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ ഇവിടുത്തെ അധമ മാധ്യമ പ്രവർത്തകർ അന്തിച്ചർച്ച നടത്തി എന്നുള്ളത് മാധ്യമ രംഗത്തിന്
പോലും നാണക്കേടെന്ന് പറയാതെ പോയി. എന്തായാലും രാജേഷ് കൃഷ്ണയുടെ പോസ്റ്റ് കൂടി ഞാനത് വായിക്കാം. രാജേഷ് കൃഷ്ണ ഇട്ടിട്ടുള്ള പോസ്റ്റില് മറുനാടൻ മലയാളിയിലെ ഷാജസ് കറിക്കൊപ്പം ഷർഷാദ് നിൽക്കുന്ന ചിത്രം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും രാജേഷ് കൃഷ്ണയുടെ പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം. ഇക്കാലം അത്രയും ഒരുവനൊരു മഞ്ഞ പത്രക്കാരനുമായി ചേർന്ന് എനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തിയപ്പോൾ എന്റെ സുഹൃത്തുക്കളും സഖാക്കളും ചോദിച്ചത് ഒരേ ഒരു ചോദ്യമായിരുന്നു: എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹി കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഞാൻ 10 കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഇതിൽ നിയമ നടപടി ഉറപ്പായപ്പോൾ പഴയ മഞ്ഞപ്പത്രക്കാരന്റെ നേതൃത്വത്തിൽ ഒരു മുഖ്യധാര പത്ര റിപ്പോർട്ടറെ കളത്തിലിറക്കി. നിരന്തര CPM വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായും ഇന്നത്തെ മത്സര മാർക്കറ്റിംഗ് റേറ്റിംഗ് പ്രഷറിലും മറ്റ് മാധ്യമങ്ങളും കളത്തിലിറങ്ങി. വ്യക്തമായി തന്നെ പറയട്ടെ, ഈ വിവാദത്തിൽപ്പെട്ട കത്ത് പ്രസ്തുത പ്രതി തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചതും പിന്നീട് ഡിലീറ്റ് ചെയ്തതുമാണ്. എന്നാൽ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ റീഡ്രൈവ് ചെയ്യാൻ ഇവിടെ സംവിധാനങ്ങളുണ്ടല്ലോ. വരും ദിവസങ്ങളിൽ അതും പുറത്തു വരും. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അയാൾ തന്നെ പറയുന്നുണ്ട്: രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ അശോക് ദാവ്ലേക്ക് പരാതി കൊടുത്തത് ഞാനാണ്. ആർക്കു വേണമെങ്കിലും പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെടാം. അപ്പോൾ അയാളിൽ നിന്ന് തന്നെ ഇത് പൊതുജന മധ്യത്തിൽ വന്നതാണെന്ന് വ്യക്തമാണല്ലോ. മാത്രവുമല്ല, മധുര പാർട്ടി കോൺഗ്രസ് നടന്ന ദിവസങ്ങളിൽ ചാനൽ വാർത്തകളിൽ മേൽപ്പറഞ്ഞ പ്രതിയുടെ കത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതും അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതുമാണല്ലോ. ഇപ്പോൾ മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിക്കുന്ന ഈ കത്ത് 2022 മുതൽ മലയാളത്തിൽ പലയിടങ്ങളിലും ലഭ്യമായിരുന്നെന്ന് പ്രതി തന്നെ പറയുന്നുണ്ടല്ലോ. എനിക്കെതിരെ വാർത്ത വന്നാൽ അതിനൊരു ഗുമ്മില്ലാത്തതിനാൽ CPM-നെയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെയും കുടുംബത്തെയും ചേർത്ത് കെട്ടാൻ ശ്രമിച്ച പ്രതിയുടെ അതിബുദ്ധിയിൽ ഇത്തവണ വീണത് മാധ്യമ സിൻഡിക്കേറ്റാണ്. എന്തായാലും മാധ്യമ പ്രവർത്തകരുടെ വർഗബോധം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ ഒന്നും തന്നെ അവർ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം ആരാഞ്ഞവർ മാധ്യമ സുഹൃത്തുക്കളുടെ പ്രതികരണത്തിന് മെനക്കെട്ടതുമില്ല. ഞാൻ ഫയൽ ചെയ്ത കേസ് എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ആൾക്കെതിരെ മാത്രമാണ്. എന്നാൽ അയാൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മാധ്യമങ്ങൾ കൂടി ഇതിൽ പ്രതിയാണെന്നാണ്. മാധ്യമ സ്ഥാപനങ്ങളെ അയാൾ സമർത്ഥമായി കബളിപ്പിക്കുകയായിരുന്നു എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഉണ്ടെന്ന് പറഞ്ഞ രേഖകൾ ചോദിച്ചാൽ കൈരേഖയല്ലാതെ അയാൾക്ക് ഒന്നും കാണിക്കാനുണ്ടാകില്ല. ഏതൊരു അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 25 വർഷത്തോളമായി ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന, പണ്ടേ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ കഴിയുമായിരുന്ന, ഒരു വോട്ട് ചെയ്യാൻ മാത്രം ഇന്നും ഇന്ത്യൻ പാസ്പോർട്ട് നിലനിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പാർട്ടിയുടെ മെമ്പറാണെന്ന് എന്നും അഭിമാനത്തോടെ പറയുന്ന CPM ബ്രിട്ടൻ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിച്ചു വരുന്ന ഞാൻ പാർട്ടി എടുക്കുന്ന എന്ത് തീരുമാനത്തോടൊപ്പവും ഉണ്ടാകും. പണ്ട് പറഞ്ഞത് ആവർത്തിക്കുന്നു: അവൾക്കെന്നത് ഹാഷ്ടാഗ് ഇടാനുള്ള ഒരു വരി മാത്രമല്ല എനിക്ക്. ഭാവനയുടെ തിരിച്ചുവരവിനിടയാക്കിയ ചലച്ചിത്രം പല നിർമ്മാതാക്കളും പിന്മാറിയപ്പോൾ അഭിമാനപൂർവ്വം ഏറ്റെടുത്ത് നിർമ്മിച്ച ആളാണ് ഞാൻ. ജെൻഡർ വ്യത്യാസമില്ലാതെ സുഹൃത്തുക്കളെ അവരുടെ വേട്ടയാടപ്പെടലുകളിൽ ഉൾപ്പെടെ ഏതവസ്ഥയിലും എന്നാലും വിധം ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണെന്ന് ഉത്തമ വിശ്വാസം പേറുന്ന ആളാണ് ഞാൻ. ഒരു സംശയവും വേണ്ട, തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് രാജേഷ് കൃഷ്ണ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അപ്പോ മുഹമ്മദ് ഷർഷാദ് ആരാണെന്ന് ഇനിയധികം വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇന്നലത്തെ അന്ത്യചർച്ചയോടുകൂടി തന്നെ ഇതിന് ഷട്ടർ ഇട്ടത് എന്നുള്ള കാര്യവും ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഓരോ സമയത്തും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ പുതിയ അവതാരങ്ങളുമായി ഇങ്ങനെ എത്തും. ഒരു തവണ സ്വപ്നയെങ്കിൽ മറുതവണ ഷർഷാദ്. അങ്ങനെ പല രീതിയിലുള്ള പല ആളുകളെയും പല പെരുന്നുണയന്മാരെയും ഒക്കെ ഇടതുപക്ഷത്തിനെതിരെ ഇറക്കി നമ്മുടെ വലതുപക്ഷത്തിന് മീൻ പിടിക്കാനുള്ള കളമൊരുക്കി കൊടുക്കലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. എന്തായാലും തീർച്ചയായും ഇതിനെതിരെ, ഈ വ്യാജ പ്രചരണത്തിനെതിരെ, മാധ്യമങ്ങളുടെ ഈ കുപ്രചരണത്തിനെതിരെ തീർച്ചയായിട്ടും CPM നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എന്തായാലും പറഞ്ഞിട്ടുള്ളത്. നേതാക്കളെല്ലാം നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. മുഹമ്മദ് ഷർഷാദ് കുഴിച്ച കുഴിയിൽ മുഹമ്മദ് ഷർഷാദ് തന്നെ വീഴുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പണ്ട് ഈ മുഹമ്മദ് ഷർഷാദ് മറുനാടൻ മലയാളിയിൽ ഇരുന്നു മമ്മൂട്ടിക്കെതിരെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഒരു രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇയാളുടെ ഭാര്യക്കെതിരെ, അതായത് ഭാര്യയെ അപകീർത്തിപ്പെടുത്തുക, ഒപ്പം ഈ പറയുന്ന നമ്മുടെ രാജേഷ് കൃഷ്ണയെ അപകീർത്തിപ്പെടുത്തുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അതിനുവേണ്ടി പാർട്ടിയെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പാർട്ടി അതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഇയാൾ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ. നമ്മുടെ മാധ്യമങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ മൊഴിഞ്ഞാൽ അവരുടെ പശ്ചാത്തലം എന്താണെന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നും ഒക്കെ നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ നിയമ നടപടികളൊക്കെ നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ രേഖ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ കൈരേഖ മാത്രം കാണിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇയാൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു രേഖ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഞാനിപ്പോൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ കത്തിൽ വളരെ വ്യക്തമായി ഇയാൾ മാപ്പപേക്ഷ പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഇയാൾ ഇങ്ങനെ ഇപ്പൊ നടത്തിയിട്ടുള്ള പ്രതികരണം എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലാവുന്നതാണ്. ഞങ്ങളും കഴിക്കുന്നത് ചോറ് തന്നെയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.